പൂജാതലത്തിൽ പൂജിത ഗാനം മുഴങ്ങി. ദൈവം വസിക്കും, ദൈവം ജ്വലിക്കും, ദേവാലയമാണി വിശ്വം. ദൈവം വസിക്കും, ദൈവം ജ്വലിക്കും, ദേവാലയമാണി വിശ്വം. കാൽവരി ചൂടും അൽത്താരയിൽ യാഗമണയ്ക്കുന്നു ദൈവം, യാഗമണയ്ക്കുന്നു ദൈവം, യാഗമണയ്ക്കുന്നു ദൈവം. ദേവാലയത്തിൽ ദൈവസന്നിധി ദീപനാളം തിളങ്ങി. പൂക്കളൊരുക്കിയ പൂജാതലത്തിൽ പൂജിത ഗാനം മുഴങ്ങി. പൂക്കളൊരുക്കിയ പൂജാതലത്തിൽ പൂജിത ഗാനം മുഴങ്ങി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിത്യബലിയർപ്പണത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സച്ചിൻ സോണും വിവാഹം മംഗളമായി നടന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ എലിയാസ് പായസ്, റോസമ്മ പായസിൻ്റെ 34ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ പ്രത്യേകമായ ദൈവത്തോട് കൃതജ്ഞതാ പ്രാർത്ഥന നൽകുന്നു. അതുപോലെ രോഗശാന്തിക്കും ഉത്തരിപ്പ് കടം നീക്കപ്പെടുന്നതിനായി ജൂലിയറ്റ് ജോസഫ് പുളിയമ്പള്ളി പ്രത്യേകമായിട്ട് ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോനെയും ശോശാമ്മയും 32ാം ജന്മദിന വിവാഹ വാർഷികത്തിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മൾ വേർപിരിഞ്ഞു പോയ ആനിയമ്മ ജോസഫ് വെട്ടുകുഴി, സിഗ്ബർട്ട് പിക്കോത്തോ, മാഗി റോഡ്രിക്സ്, ക്രിസ്ത്യൻ മാരി ലിവേറ, കത്രീന ശിവ വേദിക്കകത്ത്, ദേവശ്രീ കുന്നേൽ ഇവരെല്ലാം ഓർത്ത് പ്രതിവിശ്രാമം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥന അഭ്യർത്ഥനയുണ്ട്. അത് ഇന്ന് ക്യാൻസർ രോഗത്തിന് ഓപ്പറേഷന് വിധേയമാകുന്ന ഒരു സഹോദരന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും ഈ ബലിയർപ്പണ വേദിയിൽ ഓർമ്മിപ്പിക്കുന്നു. സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്ന യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ. സർവശക്തനായ ദൈവത്തോടും സഹോദരനോടും എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും രക്ഷയാലും എൻ്റെ ആകയാൽ നഷ്ടമറിയത്തോടും സഹോദരനോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വർധന ഞങ്ങൾക്ക് നൽകുകയും അങ്ങ് വാഗ്ദാനം ചെയ്തവ പിന്തുടരാൻ അർഹരാകേണ്ടതിന് അങ്ങ് കൽപ്പിച്ച് സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോട് പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. നിങ്ങളിൽ സത്പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ആഗമന ദിവസമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കും. യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിലെ മെത്രാന്മാരും ഡീക്കന്മാരും ഉൾപ്പെടെ യേശുക്രിസ്തുവിലുള്ള സകല വിശുദ്ധർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞാൻ നിങ്ങളെ ഓർമ്മിക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടെ യാചിക്കുന്നു. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും സുവിശേഷ പ്രചാരണത്തിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളിൽ സത്പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംവഹിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ അപ്രകാരം വിചാരിക്കുന്നത് യുക്തമാണ്. കാരണം നിങ്ങളെല്ലാവരും കൃപയിൽ എൻ്റെ പങ്കുകാരാണ്. അതുപോലെ തന്നെ എൻ്റെ ബന്ധനത്തിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും യേശുക്രിസ്തുവിൻ്റെ വാത്സല്യത്തോടെ നിങ്ങളെല്ലാവരെയും കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്നതിന് ദൈവം തന്നെ സാക്ഷി. നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുമുള്ള വിവേചനാശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉത്തമമായവ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദിനത്തിലേക്ക് നിഷ്കളങ്കരും നിർദോഷരുമായി ഭവിക്കട്ടെ. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യ നിധിയുമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവർത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. കർത്താവിൻ്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം.
അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു ശാബത്തിൽ യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു, ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ശാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. യേശുവിൻ്റെ വചനത്തിന് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം യേശുവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ആ വചനത്തിൻ്റെ വിവേചനാശക്തിയോടുകൂടി സ്നേഹത്തിലും ജ്ഞാനത്തിലും വളരുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ വചനത്തിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നാം പൗലോസ് ശ്ലീഹ തൻ്റെ വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ സ്നേഹം ജ്ഞാനത്തിലും എല്ലാ തരത്തിലുള്ള വിവേചനാശക്തിയിലും ഉത്തരോത്തരം വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഈ വിവേചനാശക്തിയിലുള്ള വർധനവാണ് ഈ ശാപത്തിൽ നന്മ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്തയ്ക്ക് നമ്മുടെ പിന്നിലുണ്ടാകേണ്ടത്. ഈ വിവേചന ശക്തിയാണ് ദൈവം നമുക്ക് തരുന്നത്. അത് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്മയ്ക്ക് ഒരു പ്രത്യേകമായൊരു അവസരമില്ല എന്നാണ്. ഈ ലൂർദിൽ ഫ്രാൻസിൽ ലൂർദിൽ പോകുമ്പോൾ അവിടെ ഒരു വചനം എഴുതി വച്ചിട്ടുണ്ട്. അത് മലയാളത്തിൽ പറഞ്ഞാൽ അത് അർത്ഥം ചാരിറ്റിക്ക്, സ്നേഹത്തിന് മണിക്കൂറില്ല എന്നാണ്. ഒരു പ്രത്യേക മണിക്കൂറോ പ്രത്യേക സമയമില്ല. അതെപ്പോഴും സ്വീകാര്യമാണ്, എപ്പോഴും സ്വാഗതാർഹമാണ്, എപ്പോഴും ചെയ്യേണ്ടതാണ്. അത് തിരിച്ചറിയാനുള്ള വിവേചനശക്തി നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്ക് നന്മയിൽ വർദ്ധമാനമാകുന്നതിനായിട്ടുള്ള ഈ വിവേചനശക്തിക്കായി കർത്താവിനൊക്കെ പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല, സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനൊക്കെ പ്രാർത്ഥിക്കാം. സകല ക്രൈസ്തവ ജനത്തിനും വേണ്ടി ദൈവിക നന്മയുടെ സമൃദ്ധിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങനെ ഇതുവരെയും വിശ്വസിക്കാത്ത എല്ലാവർക്കും വേണ്ടി ആത്മീയ ദാനങ്ങളുടെ ദാതാവിന് നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പൂർണ്ണ വിശ്വാസത്തെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിൻ്റെ കാരുണ്യം യാചിക്കുകയും ചെയ്യുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി രക്ഷകന്റെ കാരുണ്യത്തിനായി നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൻ്റെ നന്മ പ്രതീക്ഷിക്കുന്ന നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിൻ്റെ കരുണ നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്നത്തെ നിയോഗങ്ങളിൽ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാൻ അനുസ്മരിച്ചവർ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന
കേട്ടരുളേണമേ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ ദുരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി അനുഷ്ഠിക്കുന്നത് അങ്ങേ ഉപരിമഹത്വത്തിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാതുലിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യരുടെ സൃഷ്ടാവായിരിക്കുന്ന പോലെ ഏറ്റവും കാരുണ്യവാന ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം സേവനം അനുഷ്ഠിക്കുകയും വീണ്ടും സകലതും സമുചിതമായി അങ്ങേ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസ്സരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. Sarah
കർത്താവെ, സർവശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി ഇത് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞ പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് പോലെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പിലേക്ക് പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പുമോർത്തുകൊണ്ട് അങ്ങേ തിരുമുൻ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കുന്നതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദേഷ്ണ ജെയിംസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമിടസരങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിണം നീ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം.
കർത്താവെ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. ശക്തിയും മഹത്വവും നീയുടേതാകുന്നു. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിനെ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. പ്രവേശിക്കുവാൻ നിർവാക്ക് ചരിച്ചാൽ മാത്രമായി എൻ്റെ ആത്മാപ്രശ്നം പ്രാപിച്ചു.
വേദനയും മാത്രമൻ ജീവിതം നിൻ തിരുമുറിവിൽ നിന്നൊഴുകുമീ ചോരയിൽ നീയല്ലേ കഴുകേണമേ സൗഖ്യം തരേണമേ മുറിവുകളും വേദനയും മാത്രമൻ ജീവിതം നിൻ തിരുമുറിവിൽ നിന്നൊഴുകുമീ ചോരയിൽ നീയല്ലേ കഴുകേണമേ സൗഖ്യം തരേണമേ പകർച്ചകളും ദുരിതങ്ങളും മാത്രമെൻ ജീവിതം പടുതാർന്ന തിരുക്കരത്താലെ നീ എന്നെ തഴുകേണമേ തിരുക്കരത്താലെ നീ എന്നെ തഴുകേണമേ പകർച്ചകൾ നീക്കേണമേ മുറിവുകളും വേദനയും മാത്രമൻ ജീവിതം നിൻ തിരുമുറിവിൽ നിന്നൊഴുകുമീ ചോരയിൽ നീ എന്നെ തഴുകേണമേ സൗഖ്യം തരേണമേ നിൻ തിരുമുറിവിൽ നിന്നൊഴുകുമീ ചോരയിൽ നീ എന്നെ കഴുകേണമേ സൗഖ്യം തരേണമേ വിദ്വേഷവും കോപവൈരാഗ്യവും മാത്രമെൻ ജീവിതം ക്രൂശിലെ ക്ഷമിക്കുന്ന പാഠങ്ങളെല്ലാം നീ എന്നിൽ പകരണമേ ക്രൂശിലെ ക്ഷമിക്കുന്ന പാഠങ്ങളെല്ലാം നീ എന്നിൽ പകരണമേ ക്ഷമിക്കുവാൻ പഠിപ്പിക്കണേ സംശുദ്ധം
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കുദാശകൾ ഉൾക്കൊള്ളുന്ന വചനങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, സ്വസ്തി സർവോപരാണി നാരായണ